ഇപ്പോൾ എത്ര വയസ്സായി? എനിക്കാണോ? അല്ലാതെ പിന്നെ? 42. എന്തേ? ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. മുടിയിൽ നരവീണ് തുടങ്ങിയല്ലോ മാഷേ. എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. അതെന്തേ കാണാത്തെ? കണ്ണാടി നോക്കാറില്ലേ? അതല്ല, ഒരുപാട് വർഷമായി ആ ശീലമൊക്കെ മാറ്റിയിട്ട്. അതെന്തേ? സ്വന്തം മുഖം അത്രയ്ക്ക് ബോറാണോ? അതുകൊണ്ടല്ല, കണ്ണാടി നോക്കിയാൽ എപ്പോഴും പരാജയപ്പെടുന്നൊരു കോമാളിയെ എനിക്കവിടെ കാണാം. അതുകൊണ്ട് നോക്കാറില്ല. മറക്കാൻ ശ്രമിച്ചൂടെ മാഷേ? ഇത്ര വർഷമായിട്ടും ഇപ്പോഴും. ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയാണോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണണമെന്ന് പറഞ്ഞത്? ഒന്നും സംസാരിക്കാനില്ലേ? അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ആളാണല്ലോ. ഉണ്ടായിരുന്നല്ലോ, പക്ഷേ ഇപ്പം എല്ലാം പിടിതരാതെ ഒഴിഞ്ഞു മാറുന്നു. എന്താ നിന്റെ വിശേഷം? എന്ത് വിശേഷം? ജീവിച്ചിരിക്കുന്ന ഒരു ശവത്തിന് തുല്യം. ആ അവസ്ഥയാണിപ്പോൾ. മാഷിൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തോ പോലെ. എന്തുപോലെ? എൻ്റെ കാര്യം വിട്ടോ, ഞാനിങ്ങനെയാണ്. അതിനി മാറാനും പോകുന്നില്ല. നിന്റെ കുട്ടികൾക്ക് സുഖമാണോ? മനസ്സിൽ കയറിക്കൂടിയ ചില ഓർമ്മകൾ ഇറങ്ങിപ്പോകാൻ കഴിയാതെ ഒരു ഭ്രാന്തനെ പോലെ ഓടി നടക്കുന്നുണ്ട്. എന്നാലും മാഷേ. വേണ്ട, അതിനെപ്പറ്റി സംസാരിക്കണ്ട. നമുക്കൊന്ന് നടന്നാലോ? മാഷേ, ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. ഇതിപ്പോൾ ഓർക്കാൻ ഓർമ്മകളെങ്കിലും ഉണ്ടല്ലോ കൂട്ടിന്. എടോ, നേരെ എത്രയെന്നറിയോ? പോകാൻ സമയമായി അല്ലേ മാഷേ? നമ്മളതിന് അധികമൊന്നും സംസാരിച്ചില്ലല്ലോ. ഇല്ലടോ. സമയത്തിന് പോലും നമ്മളോട് അസൂയ അല്ലേ മാഷേ? മാഷിനി എങ്ങോട്ടാ? ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, അവിടെ പോകണം. മാഷിപ്പോഴും പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ? ഏയ് ഇല്ലടോ, മകൻ എവിടെയാ പഠിക്കുന്നത്. മകനോ? മാഷല്ലേ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന്? എന്നിട്ട് മകൻ? കല്യാണം കഴിച്ചില്ല. ഞാനൊരിക്കൽ പറഞ്ഞ ഓർമ്മയുണ്ടോ ഒരു കുട്ടിയെ ദത്തെടുക്കുന്ന കാര്യത്തെ പറ്റി? ആ ഉണ്ട് മാഷേ. ഒരുപാട് നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ ഞാനൊരു കുട്ടിയെ ദത്തെടുത്തു. വിവാഹം കഴിക്കായിരുന്നില്ലേ? അതിന് മനസ്സും ശരീരവും സമ്മതിച്ചില്ല. താൻ കരയാൻ പോവാണോ? വേണ്ടാട്ടോ, ഒരുപാട് കരഞ്ഞതല്ലേ ഞാൻ കാരണം. ഇനിയും വേണ്ട. അത്രയ്ക്ക് ഇഷ്ടായിരുന്നോ മാഷ്ക്ക് എന്നെ? നമുക്ക് പിരിയാൻ നേരായിടോ. നീ എന്നാ മാഷെ ഒന്ന് കാണുന്നേ? വേണ്ട, കാണണ്ട. കണ്ട ചിലപ്പോൾ എൻ്റെ മനസ്സ് കൈവിട്ടു പോകും. നീ ഇപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കണ്ടാൽ ആ വിശ്വാസം നഷ്ടപ്പെടും. പോവാം, ഞാൻ ബസ് കയറ്റി തരാം. വേണ്ട, എന്നെ യാത്രയാക്കാൻ മാഷ് വരണ്ട. അതെന്നെ കൂടുതൽ വിഷമിപ്പിക്കും. ഒറ്റയ്ക്കാണെന്നറിഞ്ഞപ്പോൾ മുമ്പുണ്ടായിരുന്ന ഇഷ്ടം വല്ലാതെ കൂടി. തിരിഞ്ഞു നോക്കുന്നില്ല, ഞാൻ പോകുന്നു. ഉള്ളിലെ ഓർമ്മകൾ കാരണമില്ലാതെ കുത്തി നോക്കുന്നുണ്ട്. തിരിച്ചു വിളിക്കണമെന്ന് മനസ്സാഗ്രഹിക്കുന്നുണ്ട്. വേണ്ട, പോട്ടെ.
ഇനിയുള്ള അവളുടെ രാത്രികളിൽ ഉറക്കം പോലും അവളെ തേടി വരില്ലായിരിക്കും. എന്നെയും നഷ്ടങ്ങൾ ഏറ്റവും വലിയ സ്വപ്നങ്ങളായിരുന്നു.